മഹാഭാരത കഥയിലെ ഏറ്റവും തിളക്കമേറിയതും ത്യാഗോജ്വലവുമായ വ്യക്തിത്വമാണ് ഭീഷ്മ പിതാമഹൻ. കേവലം ഒരു പോരാളി ആയിരുന്നില്ല അദ്ദേഹം, മറിച്ച് നിസ്വാർത്ഥതയുടെയും അചഞ്ചലമായ ധാർമ്മികതയുടെയും പ്രതിരൂപമായിരുന്നു. ഹസ്തിനപുരം രാജാവായിരുന്ന ശന്തനുവിന്റെയും ഗംഗാദേവിയുടെയും പുത്രനായി ദേവവ്രതൻ ജനിച്ചു. തന്റെ അനന്തരാവകാശിയായി വളർന്നുവന്ന ഈ പുത്രനെ യുവരാജാവായി വാഴിച്ചു. കാരണം അസാമാന്യമായ വീര്യവും ജ്ഞാനവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. വർഷങ്ങൾക്കു ശേഷം രാജാവായ ശന്തനു മുക്കുവ കന്യകയായ സത്യവ്രതയിൽ അനുരക്തനായി. സത്യവ്രതയുടെ പിതാവ് വെച്ച കഠിനമായ നിബന്ധന ഇതായിരുന്നു: സത്യവതിക്ക് ജനിക്കുന്ന മക്കൾ മാത്രമേ ഹസ്തിനപുരത്തിന്റെ സിംഹാസനത്തിൽ അവകാശികളാകാവൂ. ഈ വിഷമം പിതാവിനെ അലട്ടുമെന്ന് മനസ്സിലാക്കിയ യുവരാജാവ് ദേവവ്രതൻ ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ഒരു പ്രതിജ്ഞയെടുത്തു: ഞാൻ രാജപദവി ഉപേക്ഷിക്കുന്നു. എന്നിട്ടും മുക്കുവന്റെ ഭയം പൂർണ്ണമായും മാറാതെ വന്നപ്പോൾ ദേവവ്രതൻ അതിലും ഭീകരമായ മറ്റൊരു പ്രതിജ്ഞയെടുത്തു: ഞാൻ ആജീവനാന്തം ബ്രഹ്മചാരിയായിരിക്കും, എനിക്ക് മക്കൾ ഉണ്ടാവുകയില്ല. അങ്ങനെ സത്യവതിയുടെ മക്കൾക്ക് മാത്രമേ രാജ്യഭരണത്തിന് അവകാശമുണ്ടാവൂ എന്ന് ഉറപ്പാക്കും. തന്റെ പിതാവിന്റെ സന്തോഷത്തിനു വേണ്ടി സിംഹാസനവും കുടുംബജീവിതവും എന്നേക്കുമായി ഉപേക്ഷിച്ച ഈ ത്യാഗം കണ്ട ദേവന്മാർ അദ്ദേഹത്തെ ഭീഷ്മൻ, അതായത് ഭയങ്കര പ്രതിജ്ഞ എടുത്തവൻ എന്ന് വിളിച്ചു. പ്രതിജ്ഞയിലുള്ള ഈ ദൃഢനിശ്ചയം കാരണം അദ്ദേഹത്തിന് ഇച്ഛാമൃത്യു, അതായത് സ്വന്തം ഇഷ്ടപ്രകാരം മരണം വരിക്കാനുള്ള വരം ലഭിച്ചു. പിന്നീട് രാജ്യത്തിന്റെ കുലഗുരുവും സംരക്ഷകനുമായി ഭീഷ്മൻ നിലകൊണ്ടു. പ്രതിജ്ഞ പാലിക്കാൻ വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളെയെല്ലാം അദ്ദേഹം ബലി നൽകി. ദൗർബല്യമുള്ള രാജാക്കന്മാരെയും ധാർമ്മികത കുറഞ്ഞ കൗരവരെയും സംരക്ഷിക്കേണ്ടി വന്നപ്പോഴും ഭീഷ്മൻ തന്റെ ധർമ്മം മുറുകെ പിടിച്ചു. കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവ പക്ഷത്ത് സേനാധിപനായി നിന്നപ്പോഴും പാണ്ഡവരോടുള്ള വാത്സല്യം അദ്ദേഹത്തിന് നഷ്ടമായില്ല. യുദ്ധകളത്തിൽ ധർമ്മം പാലിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. ഒടുവിൽ തന്റെ പൂർവ്വജന്മത്തിലെ പ്രതികാരദാഹിയായ അംബയുടെ പുനർജന്മമാണ് ശിഖണ്ഡി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സ്ത്രീക്ക് നേരെ ആയുധമെടുക്കില്ല എന്ന ധാർമ്മിക നിലപാടിൽ അദ്ദേഹം ഉറച്ചുനിന്നു. അർജുനന്റെ ശരങ്ങളേറ്റ് ശരശയ്യയിൽ വീണപ്പോഴും ഭീഷ്മൻ വേദനകളെ അവഗണിച്ച് തന്റെ ഇച്ഛാമൃത്യു എന്ന വരം ഉപയോഗിച്ച് മരണത്തെ നിയന്ത്രിച്ചു. തന്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ ഉപദേശം, ധർമ്മത്തിന്റെയും നീതിയുടെയും മാർഗനിർദ്ദേശമായി യുധിഷ്ഠിരന് നൽകാൻ ഉത്തരായന പുണ്യകാലം വരെ അദ്ദേഹം കാത്തു. ഉത്തരായനം വന്നപ്പോൾ തന്റെ ഇഷ്ടദേവനായ നാരായണനെ മനസ്സിൽ ധ്യാനിച്ച് ഭീഷ്മർ സ്വയം മരണത്തെ പുൽകി. ഭീഷ്മ പിതാമഹന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വാക്കിലും പ്രതിജ്ഞയിലും സത്യസന്ധത പുലർത്തുന്നവർക്ക് മാത്രമേ ചരിത്രത്തിൽ മായാത്ത സ്ഥാനം നേടാൻ കഴിയൂ എന്നും ഏറ്റവും വലിയ ത്യാഗങ്ങളിലൂടെയാണ് മഹത്തായ ജീവിതം കെട്ടിപ്പടുക്കുന്നത് എന്നുമാണ്. ധർമ്മമാണ് ഏറ്റവും വലിയ ശക്തിയെന്ന് തന്റെ ജീവിതം കൊണ്ട് അദ്ദേഹം തെളിയിച്ചു. ഗംഗാപുത്രൻ ഭീഷ്മ പിതാമഹന്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ജയ് ശ്രീ രാധാകൃഷ്ണ. രാധേ രാധേ.